നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. ഇനി സമയങ്ങൾ കളയണ്ട. ടേപ്പെന്ന് പൊട്ടട്ട് ബെല്ലാരി ബാമ്പ. నువ్వు అమ్మి అమ్మి అంటాంటే నీ పెళ్ళాన్నైపోయినట్టుందిరా సామి నా సామి. నిన్ను స్వామి స్వామి అంటాంటే నా పెనిమిటి లెక్క సక్కంగుందిరా సామి నా సామి. నీ ఎనకే ఎనకే అడిగేస్తాంటే నీ ఎనకే ఎనకే అడిగేస్తాంటే ఎంకన్న గోడి ఎక్కినట్టుందిరా సామి. నీ పక్క పక్కన కూసుంటాంటే పరమేశ్వరుడే తక్కినట్టుందిరా సామి. నువ్వు ఎల్లే దారి సుత్తా ఉంటే ఎర్రయ్యండినట్టుందిరా సామి నా సామి నా సామి రరా సామి బంగారు సామి మిసల సామి రోషల సామి నా సామి రరా సామి బంగారు సామి మిసల సామి రోషల సామి. Come on, baby. Come to me. വരില്ല നീ. നിരാശകാമുക ലോകത്തിൽ ഒരു പ്രധാനിയായി നിന്നു പരീക്ഷയിൽ ഞാൻ തുന്നാൻ പാടില്ലേ. എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്. ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. കുട്ടേട്ടാ എങ്ങനത്തെ കുട്ടി? എന്താ പറയാ, തേച്ചൊന്നുമില്ല, ഒരു നാടൻ പെൺകുട്ടിയായിരിക്കാം. അത് വേണ്ട. ഞാൻ ഈ പൈങ്കിളി ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ്. ഞാൻ ബർസാനയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா. சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. சிவலாலி லாலியே லாலி லாலியே அபிராமி லாலியே ലാലി ലാലിയേ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങപറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങപറി ചെളികുത്ത്, മാങ്ങപറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവൂ. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയാൻ വരുമോ? എല്ലാവരും ചിരിച്ച മതി. ഇനി അടുത്ത സ്റ്റെപ്പ്. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം, 59 കൊമ്പന്മാരുടെ പൂരം. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. അവാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പൂരം കാണാൻ നീയും പോരടി പെണ്ണേ. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആരെയുണ്ട്.
ഒരു കലാതിലകമായാലോ? കാവ്യമാധവനെ പോലെയോ മഞ്ജു വാര്യരെ പോലെയോ നവ്യ നായരെ പോലെയോ നാളെ സിനിമയിൽ വരും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാനതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ടയിട്ടോ. ഞാൻ പോകുന്നു. ബൈ.